ഇൻസ്റ്റയിലെ ഒരു മഹാപണ്ഡിതൻ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത് കണ്ട് ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുത്ബിഉൽ ജനാസ ബിസൗത്തിൻ വലാ നാർ. നിങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും തീ കൊണ്ടും നിങ്ങൾ ജനാസ പിന്തുടരാൻ പാടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു മുൻഗാമികളായ ആളുകൾ മയ്യിത്തിന്റെ കൂടെ പോകുമ്പോൾ എന്താണ് ചെയ്തു വെച്ചതെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി ദിക്റുകളൊക്കെ വലിയ ശബ്ദം ഉയർത്താതെ ഒരു പതുക്കെ ചൊല്ലിയിട്ടാണ് പോയത് എന്ന് നമുക്ക് അവിടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ തെളിവുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അദ്ദേഹം കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വലുതാക്കിക്കൊണ്ട് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. വഅലം അന്ന സവാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും. നമ്മുടെ മുൻഗാമികളായ സലഫുകൾ അവർ തെരഞ്ഞെടുത്ത ശരിയായ കാര്യം എന്നുള്ളത് അസുക്കൂത്ത്. സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ നിശബ്ദത, ഉസ്കുത്ത് എന്ന് പറഞ്ഞാൽ നീ മിണ്ടാതിരിക്കുക എന്നാണ്. അസുക്കൂത്ത് ഫി ഹാലി സൈരി മഅൽ ജനാസ. ജനാസയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ അവർ തെരഞ്ഞെടുത്ത ശരിയായ കാര്യം എന്നുള്ളത് സുക്കൂത്താണ്, നിശബ്ദതയാണ്. ഫലാ യർഫഉ സൗതൻ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ശബ്ദമുയർത്താൻ പാടില്ല. ബി ഖിറാഅത്തിൻ, ഖുർആൻ പാരായണം കൊണ്ട്. വലാ ദിക്ർ കൊണ്ടും, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. വലാ ഗൈരി ദാലിക്, അതുപോലത്തെ ഒരു ശബ്ദവും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വഹാബി പണ്ഡിതനല്ല, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുള്ളയാണ്. അപ്പോൾ നിങ്ങൾ ഷാഫി മദ്ഹബ് പിൻപറ്റുന്നവരാണെങ്കിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകേണ്ടതാണ്.